ഞാൻ മരിക്കുന്നത് എപ്പോഴാണെന്ന് നിനക്കറിയില്ലല്ലോ. പക്ഷേ എന്റെ മരണം കടന്നു വരുന്നതിന് മുമ്പ് എന്തെങ്കിലും അടയാളമുണ്ടോ? എന്റെ മരണം വരുന്നതിന് മുമ്പ് വല്ല അടയാളവുമുണ്ടോ? എനിക്കൊന്ന് തയ്യാറായി ഒരുങ്ങി മരണത്തിന് വേണ്ടി കാത്തിരിക്കാനാണ്. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം അസ്റായിലിനോട് ചോദിക്കുമ്പോൾ അസ്റായിൽ പറയുന്നു, യാക്കൂബ് നബിയേ, ഞാൻ അങ്ങയുടെ റൂഹ് പിടിക്കാൻ വരുന്നതിന് മുമ്പ്, ഞാൻ അങ്ങയുടെ റൂഹ് പിടിക്കാൻ വരുന്നതിന് മുമ്പ് 3 അടയാളങ്ങൾ എന്നിലേക്ക് വരും നബിയേ. 3 അതിഥികൾ അങ്ങയുടെ മുന്നിലേക്ക് വരും. 4ാമനായിട്ട് ഞാൻ റൂഹ് പിടിക്കാൻ കടന്നു വരൂ എന്ന് അസ്റായിൽ അലൈഹിസ്സലാം യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അസ്റായിൽ അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് യാത്രയാകുകയാണ്. മഹാനായ യാക്കൂബ് നബി കാത്തിരിക്കുകയാ. ഒരുപാട് നാളുകൾ കഴിഞ്ഞു. യാക്കൂബ് നബിയുടെ വീടിന്റെ മുന്നിൽ ഒരു സലാം കേൾക്കുകയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം യാക്കൂബ് നബിയുടെ വീടിന്റെ മുന്നിൽ ഒരു സലാം കേൾക്കുകയാ. വാതിൽ തുറന്നപ്പോൾ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം സലാം പറഞ്ഞുകൊണ്ട് കടന്നു വരികയാ. യാക്കൂബ് നബി വിചാരിച്ചു സാധാരണ വരുന്നത് പോലെ എന്നെ ഒന്ന് കാണുന്നതിന് വേണ്ടി വന്നിരിക്കുകയാ. പക്ഷേ അസ്റായീൽ യാക്കൂബ് നബിയോട് ചോദിച്ചു, നബിയേ, അങ്ങയുടെ റൂഹ് പിടിക്കാനാ ഞാൻ വന്നിരിക്കുന്നത്. യാക്കൂബ് നബി അസ്റായീലിനോട് ചോദിച്ചു, അസ്റായീലേ, നീയല്ലേ പറഞ്ഞത് എന്റെ റൂഹ് പിടിക്കാൻ വരുന്നതിന് മുമ്പ് 3 അതിഥികൾ എന്റെ വീട്ടിലേക്ക് കടന്നു വരുമെന്ന്. ഇന്ന് വരെ ഞാൻ ആരെയും കണ്ടിട്ടില്ലല്ലോ. യാക്കൂബ് നബിയോട് അസ്റായീൽ പറയുന്നു, നബിയേ, 3 അതിഥികൾ വന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറയുകയാണ്. യാക്കൂബ് നബി ചോദിച്ചു, ഒന്നാമത്തെ അതിഥി ഏതാ? എന്റെ പ്രിയപ്പെട്ടവരെ, പാതിരാത്രിയുടെ നിശബ്ദതയിൽ സർവ്വ തിരക്കുകളും കലർന്നുകൊണ്ട് ഈ വാലിന്റെ സദസ്സിലേക്ക് കടന്നു വന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, മരണത്തിന് മുമ്പുള്ള 3 അടയാളങ്ങളാ പറഞ്ഞു വരുന്നത്. ഇതിനകത്തിരിക്കുന്ന പലരും ഈ 3 അടയാളങ്ങൾ വന്നു കഴിഞ്ഞു. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം അസ്റായീലിനോട് ചോദിച്ചു, അസ്റായീലേ, ഒന്നാമത്തെ അടയാളമെന്താ? അവിടെന്ന് പറയുന്നു, യാക്കൂബ് നബിയേ, ബയാലു ശഅരിക ബഅദ സവാദിഹി, മരണത്തിന്റെ 1ാമത്തെ അടയാളം എന്തെന്നറിയുമോ? മഹാനായ യാക്കൂബ് നബിയോട് അസ്റായീൽ ചോദിക്കുകയാ, അങ്ങയുടെ താടിയിലെ രോമമുണ്ടല്ലോ, അങ്ങയുടെ തലയിലെ രോമമുണ്ടല്ലോ, അതെല്ലാം കറുത്തതായിരുന്നല്ലോ നബിയേ. അങ്ങയുടെ മുടിയെല്ലാം നരച്ചല്ലോ. ആ മുടി നരയ്ക്കുന്നത് മരണത്തിന്റെ 1ാമത്തെ അടയാളമാണെന്ന് അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പാതിരാത്രി കടന്നു വന്നവരുണ്ടല്ലോ, എന്റെയും നിങ്ങളുടെയും ശരീരത്തിലെ എത്ര രോമങ്ങളാ നരച്ചിരിക്കുന്നത്. താടി നരച്ചവരുണ്ടല്ലോ, തല നരച്ചവരുണ്ടല്ലോ. യാക്കൂബ് നബിയോട് പറയുന്ന, നബിയേ, 1ാമത്തെ അടയാളം എന്തെന്നറിയുമോ? ബയാലു ശഅരിക ബഅദ സവാദിഹി, 1ാമത്തെ അടയാളം അങ്ങയുടെ മുടി നരച്ചല്ലോ. 2ാമത്തെ അടയാളം എന്താ? അവിടെന്ന് പറയുന്ന ലഹഫു ബദനിക ബഅദ ഖുവതിഹി, 2ാമത്തെ അടയാളം എന്തെന്നറിയുമോ? ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ടല്ലോ. അങ്ങയുടെ ആരോഗ്യം നഷ്ടപ്പെട്ടല്ലോ. ചെറുപ്പകാലത്ത് ആരോഗ്യമല്ലല്ലോ, അതെല്ലാം നഷ്ടപ്പെട്ടത് 2ാമത്തെ അടയാളമാണ്. യാക്കൂബ് നബിയോട് അസ്റായീൽ പറയുന്ന 3ാമത്തെ അടയാളമുണ്ട്. ഇൻഹിനാ ജുസ്മിക ബഅദ ഇസ്തിഖാമതി, അങ്ങയുടെ തൊലിയെല്ലാം ചുളുങ്ങിയല്ലോ, അങ്ങയുടെ സൗന്ദര്യമെല്ലാം പോയല്ലോ, അങ്ങയ്ക്ക് കൂന്നു വന്നല്ലോ, അങ്ങയുടെ ശരീരമെല്ലാം വളഞ്ഞു തുടങ്ങിയല്ലോ. ഈ 3 അടയാളങ്ങളാണ് അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ പാതിരാത്രി കടന്നു വന്നവര് അല്ലാഹുവിന്റെ അർശ ഹൃദയത്തിനകത്തുള്ള അടിമയുടെ 3ാമത്തെ 4ാമത്തെ അടയാളം എന്തെന്നറിയുമോ? പടച്ചവൻ
സിംഹാസനം ഹൃദയത്തിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന യഥാർത്ഥ ഒരു വിശ്വാസിയുടെ നാലാമത്തെ അടയാളം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വഹുബ്ബുൽ മൗതി. ആ അടിമയ്ക്ക് മരണത്തിന് വല്ലാത്ത സ്നേഹമാണെന്ന് അസ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരു യഥാർത്ഥ വിശ്വാസിയുടെ നാലാമത്തെ അടയാളം ആ അടിമയ്ക്ക് മരണം വല്ലാത്ത സ്നേഹമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മരണത്തെ വല്ലാതെ സ്നേഹിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണത്തെ സ്നേഹിക്കാൻ പാടില്ല എന്ന്, മരണത്തെ സ്നേഹിക്കാൻ പാടില്ല. നമ്മളൊക്കെ മരണത്തെ പേടിക്കുന്നത് എപ്പോഴാ? ദുനിയാവി കിടന്ന് അനുഭവിച്ച് രോഗങ്ങൾ പിടിച്ച് ദുരിതങ്ങൾ അനുഭവിച്ച് സഹിക്കാൻ പറ്റാതെ വരുമ്പോ ഒന്ന് മരിച്ചാൽ മതി എന്ന് കരുതും. അങ്ങനെയല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹു സ്നേഹിക്കുന്ന അള്ളാഹുവിന്റെ അറസ് ഹൃദയത്തിനകത്തുള്ള അടിമയുടെ നാലാമത്തെ അടയാളം ആ അടിമയ്ക്ക് മരണത്തിനോട് വല്ലാത്ത സ്നേഹമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിനുള്ള കാരണമെന്താ? എനിക്ക് നിങ്ങൾക്കും മരണമെന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ വല്ലാത്ത പേടിയ. എനിക്ക് നിങ്ങൾക്കും വല്ലാത്ത പേടിയ. മരണമെന്ന് കേൾക്കുന്നതേ നമുക്ക് പേടിയ. പക്ഷേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തുഹ്ഫത്തുൽ മുഅ്മിനി അൽ മൗത്ത് ഖാല നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അല്ലാഹു തന്റെ അടിമയ്ക്ക് കൊടുക്കുന്ന സമ്മാനമാണ് മരണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തന്റെ അടിമയ്ക്ക് കൊടുക്കുന്ന സമ്മാനമാണ് മരണം. ആ മരണം സമ്മാന പൊതി പോലെ സ്വീകരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണത്തെ നമുക്ക് എല്ലാവർക്കും പേടിയാ. നമ്മൾ എത്ര പേടിച്ചാലും അത് വരും. നമ്മൾ എത്ര പേടിച്ചാലും നമ്മൾക്ക് തേടിയത് വരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു രോഗം പോലും ഇല്ലാത്തവർ, ഇന്നലെ ഈ വയലിന്റെ സദസ്സിൽ ഞാൻ ബക്കറ്റ് വിരിവെടുക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരന്റെ കഥ പറഞ്ഞു. വീടിനകത്ത് കിടന്നിട്ട് കയ്യിൽ പിടിച്ച ഉസ്താദെ, 45 വയസ്സായ സഹോദരൻ, ഉസ്താദെ എന്റെ ഭാര്യയുടെ കുത്തുവാക്കുകൾ കേൾക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല, ഞാനൊന്ന് മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണേ എന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വൈകുന്നേരം 4:30 ആയപ്പോൾ, ഏകദേശം 3:30-4 മണിയായപ്പോൾ ആ സഹോദരൻ മരണപ്പെട്ടു പോയി. അല്ലാഹു മഗ്ഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ കടന്നിട്ട് മരണം ആഗ്രഹിക്കുന്നവരല്ല. അല്ലാഹു തരുന്ന സമ്മാനമാണ്, തന്റെ അതിഥിക്ക് തരുന്ന സമ്മാനം. നബിദിന പരിപാടിയിൽ സമ്മാനം കിട്ടാത്തതിന്റെ പേരിൽ വിഷമിച്ചവരാണ് ഞാനും നിങ്ങളും. എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങാൻ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. അല്ലാഹു സമ്മാനമായി മരണം തരുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ ഒന്നാമത്തെ അടയാളം, നിന്റെ താടിയിലെ നിന്റെ തലയിലെ രോമം നരച്ചിട്ടുണ്ടോ? ഒന്നാമത്തെ അതിഥിയാണ്. ഒന്നാമത്തെ അതിഥിയ. കണ്ണാടിയുടെ മുന്നിൽ ചെന്നിട്ട് ഭാര്യ പറയും, മുടിയൊക്കെ നരച്ചു, കറുത്ത പെയിന്റ് അടിച്ചിട്ടൊന്നും കാര്യമില്ല, അസ്റായിൽ നീ പെയിന്റ് അടിച്ചാലും വരാനുള്ളത് വരും. ഒന്നാമത്തെ അടയാളം, മരണത്തിന്റെ ഒന്നാമത്തെ അടയാളം, നിന്റെ മുടി നരച്ചിട്ടുണ്ടെങ്കിൽ അത് മരണത്തിന്റെ അടയാളമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ അടയാളം നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുക. 3 നമ്മുടെ സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ട് നമ്മുടെ എല്ലുകളൊക്കെ ഇങ്ങനെ കൂഞ്ഞു വരിക. ഇതൊക്കെ മരണത്തിന്റെ അടയാളമാ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ് അൽ യുഹ്ശറു മഅ സുഹദാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീവി ചോദിക്കും, നബിയേ നാളെ സുഹദാക്കളുടെ കൂടെ ആരെങ്കിലും ഒരുമിച്ച് കൂടുവോ നബിയേ? നാളെ പടച്ചവന്റെ പരലോകത്ത് ഹംസ റളിയല്ലാഹു തആല അൻഹു അതുപോലെയുള്ള എത്രയോ സുഹദാക്കളുണ്ടല്ലോ. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ജീവിതവും സമ്പത്തും സർവ്വതും കൊടുത്ത് പടച്ചവന്റെ ദീനിനു വേണ്ടി ഷഹീദായി പച്ചപ്പറവകളെ പോലെ പടച്ചവന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലേക്ക് കടന്നുപോയ സുഹദാക്കളുണ്ടല്ലോ. ആ സുഹദാക്കളുടെ കൂടെ ആരെങ്കിലും ഒരുമിച്ച് കൂടുവോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകരോട് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ, ഒരു ദിവസത്തിൽ ആരെങ്കിലും 20 പ്രാവശ്യം മരണത്തെ കുറിച്ച് ഓർത്താൽ അവൻ നാളെ പടച്ചവന്റെ പരലോകത്തിൽ സുഹദാക്കളുടെ കൂടെയാണെന്ന് ലോകത്തിന്റെ നേതാവ് പഠിപ്പിക്കുമ്പോ 20 പ്രാവശ്യം ഞാൻ മരിക്കുമല്ലോ ഓർക്കാനുള്ള മനസ്സുണ്ടോ സഹോദരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഒരു ദിവസത്തിൽ രാവിലോ പകലിലോ എപ്പോഴെങ്കിലും ഒരു മനുഷ്യൻ 20 പ്രാവശ്യം മരണത്തെ കുറിച്ച് ചിന്തിച്ചാൽ
അവൻ നാളെ സുഹൃതാക്കളുടെ കൂടെ നാളെ പടച്ചവന്റെ പരലോകത്ത് ഒരുമിച്ച് കൂടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോൾ എന്ന് വാഴ കേൾക്കാൻ ഈ പാതിരാത്രി കടന്നു വന്നവര് ഇന്നത്തെ ദിവസം നിന്റെ ജീവിതത്തിൽ അവസാനത്തെ ദിവസമാ, ഇന്ന് വെള്ളിയാഴ്ച രാവാ, ചെയ്തു പോയ അപരാധങ്ങൾ വിടപെടും പടച്ചവന്റെ ഈ സ്വർഗത്തിൽ കണ്ണീരിൽ കഴുകിയിട്ട് അസ്മാഉൽ ഹുസ്ന പറഞ്ഞ ദുആ ചെയ്തിട്ട് നാളെ സുബഹിക്ക് മുമ്പ് മരിച്ച സ്വർഗം കിട്ടുന്ന ദിക്ർ പറഞ്ഞുകൊണ്ടിറങ്ങി പോകാൻ കാത്തിരിക്കുന്നവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, പടച്ചവൻ ഇഷ്ടപ്പെടുന്ന, പടച്ചവന് കാണാൻ ആഗ്രഹിക്കുന്ന, പടച്ചവന് മലക്കുകളോട് നല്ല അഭിപ്രായം പറയുന്ന അല്ലാഹുവിന്റെ സിംഹാസനം ഹൃദയത്തിലുള്ള അടിമയുടെ നാലാമത്തെ അടയാളം എന്തെന്നറിയുമോ? ആ അടിമയ്ക്ക് മരണത്തെ വല്ലാത്ത സ്നേഹമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, അല്ലാഹു തന്റെ അടിമയ്ക്ക് കൊടുക്കുന്ന സമ്മാനമാണ് മരണം. അള്ളാന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, നബിയെ അത് സമ്മാനമായി സ്വീകരിക്കാൻ എന്ത് ചെയ്യണം? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു, നബിയെ മരണം സമ്മാനമായിട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അള്ളാന്റെ റസൂൽ രണ്ട് കാര്യം പറഞ്ഞു കൊടുത്തു. ആ രണ്ട് കാര്യം ജീവിതത്തിൽ ചെയ്യുന്നവന് സമ്മാന പൊതി കിട്ടുന്നത് പോലെ മരണം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിപാടിയിൽ വിജയിച്ച് സമ്മാനം വാങ്ങുന്നത് പോലെ രണ്ട് കൈയും നീട്ടി മരണത്തെ വാങ്ങണമെങ്കിൽ രണ്ട് കാര്യം ജീവിതത്തിൽ ചെയ്താൽ മതി. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് ചെയ്തൂടെ? ഒന്ന് ചെയ്തൂടെ? ഒന്ന് ചെയ്തൂടെ? ഉറക്കപ്പറ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമ്മാനപ്പൊതി ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ സദസ്സിലിരിക്കുന്ന ആരോട് ചോദിച്ചാലും നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ പറയും, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കാനാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ്. അല്ലാഹു സാധിച്ചേരുമാറാകട്ടെ. അല്ലാഹു സാധിച്ചേരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമ്മാനപ്പൊതി പോലെ അസ്റായിൽ പൊതിയുമായി കടന്നു വരുന്നത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ രണ്ട് കാര്യം ചെയ്താൽ മതി എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ പാതിരാത്രി കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മരണം എവിടെ വെച്ചാ വരുന്നതെന്നറിയില്ല. അത് റോഡിലാണോ, വാഹനത്തിലാണോ, വീടിനകത്താണോ, എവിടെ വെച്ചാണെന്നറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരുണ്ടല്ലോ, ഇന്നും ഈ നാട്ടിൽ നമ്മൾ കണ്ടവരല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, മീൻ പിടിക്കാ കടലിലേക്ക് പോയ ഒരു സഹോദരൻ, ആ സഹോദരന്റെ മയ്യത്തല്ലേ തിരിച്ചു കൊണ്ടുവന്നത്. എവിടെ നിന്നാ വരുന്നതെന്നറിയില്ല, ഏത് സമയത്താ വരുന്നതെന്നറിയില്ല. രാവിലെ അതാ ഇറങ്ങിയിട്ട് നടക്കാൻ പോയ പ്രിയപ്പെട്ട സഹോദരിയുടെ മേറ്റിലേക്ക് അതാ വന്ന് വാഹനം ഇടിച്ചു കയറിയത് ഇന്ന് രാവിലെയല്ലേ. ഇതുപോലെ എപ്പോഴെവിടെ വെച്ചാ വരുന്നതെന്നറിയില്ല. അത് എവിടെ വെച്ചാകട്ടെ, എവിടെ വെച്ചാകട്ടെ, എവിടെ വെച്ചാണെങ്കിലും സമ്മാന പൊതി പോലെ നിനക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഇന്ദ റഅസി റജുലിൻ മിനൽ അൻസാർ. അല്ലാഹുവിന്റെ പ്രവാചകനെ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ തലയുടെ ഭാഗത്ത് അല്ലാഹുവിന്റെ റസൂൽ നിൽക്കുകയാ. പ്രവാചകന് മരിക്കാൻ കിടക്കുന്ന ചെറുപ്പക്കാരന്റെ തലയുടെ ഭാഗത്ത് നിൽക്കുമ്പോ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാ. അസ്റായീൽ ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കണ്ണുകൾ നിറയുകയാണ്. റസൂലുള്ളാഹ് പേടിച്ചു പോവുകയാ. അസ്റായീലിന്റെ രൂപം കണ്ടിട്ട് പ്രവാചകൻ പേടിച്ചു പോയി. അവിടെന്ന് ചോദിച്ചു, അസ്റായീലേ, ഇതെന്ത് രൂപമാണ് അസ്റായീൽ? ഇതെന്ത് കോലമാണ് അസ്റായീൽ? നിനക്കൊന്ന് ചിരിച്ചുകൂടെ? നിനക്കൊരു നല്ല വസ്ത്രം ധരിച്ചുകൂടെ? ഈ കിടക്കുന്നതൊരു മുസ്ലിമാണല്ലോ, ഈ കിടക്കുന്നതൊരു മുസ്ലിമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അസ്റായീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ,
ഞാൻ നല്ല വസ്ത്രം ധരിക്കൂല നബിയേ, ഞാനൊന്ന് ചിരിക്കൂല നബിയേ, ഇവരോട് ഞാൻ കരുണ കാണിക്കില്ല നബിയേ, ഇവന്റെ മുന്നിൽ ഞാൻ ചിരിക്കൂല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അസ്റായീൽ അലൈഹിസ്സലാമിനോട് എന്തേ എന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ പറഞ്ഞത് ഇവന് കേൾക്കാത്തവരാ നബിയേ, ഞാൻ പറഞ്ഞത് ഇവന് കേൾക്കാത്തവരാണ്, എന്നെ ഇവന് കളിയാക്കിയവനാണ്, എന്നെ ഇവന് പരിഹസിച്ചവരാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്തെന്ന് ചോദിക്കുമ്പോ അസ്റായീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, യഅലം അന്ന മാ ഫിൽ അർളി മിൻ ബൈതി ബദരിൻ വലാ സഅരിൻ ഫീ ബർരിൻ വലാ ബഹർ. അല്ലാഹുവിന്റെ പ്രവാചകരോട് അസ്റായീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന സർവ്വ മുസ്ലിമീങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന് വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും അഹങ്കാരവും അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട അടിമയായി ജീവിക്കുന്നവർ, അവന് കടലിൽ ജീവിക്കട്ടെ കരയിൽ ജീവിക്കട്ടെ, ഈ പ്രപഞ്ചത്തിൽ എവിടെ ജീവിക്കുന്നവരാണെങ്കിലും അവന്റെ മുന്നിലേക്ക് കുല്ല യൗമിൻ ഖംസ ബറാ, 5 പ്രാവശ്യം ഞാൻ ഇറങ്ങി വരും നബിയേ. ഒരു ദിവസം 5 പ്രാവശ്യം ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ മുസ്ലിമിന്റെ മുന്നിലേക്ക് ഞാൻ ഇറങ്ങി വരും നബിയേ. ഈ പാതിരാത്രി കടന്നു വന്നവരുണ്ടല്ലോ, ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രായപൂർത്തിയായവന്റെ മുന്നില്, അതാണുമാകട്ടെ പെണ്ണുമാകട്ടെ, പൊന്നോനെ 5 പ്രാവശ്യം അസ്റായീൽ വന്നത്. എപ്പോഴാ വന്നതെന്നറിയുമോ? എടാ, മരിക്കുന്ന സമയത്ത് റൂഹ് പിടിക്കാൻ വരുമ്പോഴല്ല അസ്റായീലിനെ കാണേണ്ടത് മോനെ, എല്ലാ ദിവസവും കാണുന്നുണ്ടടാ. നിനക്കുള്ള സമ്മാനവുമായി കടന്നു വരുന്ന മലക്ക. അസ്റായീൽ നീ പേടിക്കണ്ട, അസ്റായീൽ നീ പേടിക്കണ്ട, കാണുന്നതെല്ലാ ദിവസമാ. എപ്പോഴാ കാണുന്നതെന്നറിയുമോ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ റസൂലിനോട് അസ്റായീൽ പറയുന്നു, നബിയേ, എല്ലാ ദിവസവും ഞാൻ 5 പ്രാവശ്യം ഇറങ്ങി വരും നബിയേ. കാണാനാഗ്രഹമുണ്ടോ ചെറുപ്പക്കാരാ? നാളെ അരീക്കോട് പള്ളിയില് അതാ സുബഹിന്റെ ബാങ്ക്, അസ്സലാത്തു ഖൈറും മിനന്നൗം. പടച്ചവന്റെ പള്ളിക്കകത്ത് നിന്ന് ബാങ്ക് വിളിക്കുമല്ലോ. നിന്റെ വീട്ടിൽ നിന്ന് ചാടിയെഴുതേറ്റ് പള്ളിയിൽ ചെന്ന് ഒളിവെടുത്തിട്ട് പൊന്നുപോലെ പള്ളികളിലേക്ക് വലത് കാല് വെച്ച് കവാടത്തിൽ കിടക്കുമ്പോ, എടാ, പള്ളിയുടെ വലത് ഭാഗത്തേക്കൊന്ന് കണ്ണു തുറന്നു നോക്കടാ, അവിടെ നിൽക്കുന്നുണ്ടടാ അസ്റായീല്. എന്തൊരു ചിരിയെന്നറിയുമോ, എന്തൊരു സന്തോഷമെന്നറിയുമോ, എന്ത് നല്ല വസ്ത്രം ധരിച്ചിട്ട് പള്ളിക്കകത്തേക്ക് കയറുന്ന നിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് നിന്നെ കെട്ടിപ്പിടിച്ചിട്ട് നിന്നോട് അസ്റായീൽ ഒരു ഉപദേശം തരുന്നുണ്ട്. ചെറുപ്പക്കാരാ, പൊന്നുപോരെ, ഈ നിസ്കാരമെന്ന് നിലനിർത്തടേ ചെറുപ്പക്കാരാ, ഈ നിസ്കാരമെന്ന് നിലനിർത്തടേ ചെറുപ്പക്കാരാ. പൊന്നുപോരെ, ഈ ചിരിക്കുന്ന മുഖത്തോട് ഞാൻ നിന്റെ മുന്നിലേക്ക് മരണമെന്ന സമ്മാനവുമായി കടന്നു വരും ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിസ്കരിക്കാതെ വീടിനകത്തിരിക്കുമ്പോ പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ ഹാർബറിലിരുന്ന് സ്വറ പറയുന്നവരെ, നിന്റെ മുന്നിലും അസ്റായീൽ വരുമടാ. എന്നിട്ട് പറയുന്നതെന്ത്? പടച്ചവനെ മറന്നുകൊണ്ടിരുന്നോ, പടച്ചവന്റെ വിളിക്കുത്തരം നൽകാതെ അഹങ്കാരികളെ പോലെ ഇരുന്നോ ചെറുപ്പക്കാരാ. ഒരു ദിവസം ഞാൻ വരുമടാ, അതിനെ കണ്ടുകൊണ്ട് പേടിച്ചുകൊണ്ട് മൃഗങ്ങളെ ചാകുന്നത് പോലെ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് വെള്ളം കിട്ടാതെ ചാവേണ്ടി വരുമ്പോരേ അസ്റായീൽ 5 പ്രാവശ്യം ഈ വഅദിന്റെ സദസ്സിൽ വന്ന സിറാജിനോടും നിങ്ങളോട് ഇന്നത്തെ ദിവസം ഓർമ്മപ്പെടുത്തിയിരിക്കുകയാ. അതുകൊണ്ട് അസ്റായീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, ഇതുപോലെ ഞാൻ ഇവന്റെ മുന്നിൽ പോയി പറഞ്ഞു വരാ നബിയേ. എന്നിട്ട് ഇവൻ കേട്ടില്ല നബിയേ. എന്നെ പരിഹസിച്ചവനാണ്, എന്നെ കളിയാക്കിയവനാണ്, എന്നെ നിന്ദിച്ചവനാണ്, എന്നെ നിസാരമായി കണ്ടവനാണ്, എന്നെ അവഹേളിച്ചവനാണ്. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, ഇവനോട് ഞാനൊരു കരുണയും കാണിക്കില്ല, ഇവനോട് ഞാനൊരു ദയയും കാണിക്കില്ല. അല്ലാഹുവിന്റെ പ്രവാചകന് കരന്നുകൊണ്ട് അസ്റായീലിനോട് ചോദിച്ചു, അസ്റായീലേ, നിനക്കാരോടെങ്കിലും നിനക്ക് സ്നേഹമുണ്ടോ? ഒരാളോടെങ്കിലും നിനക്ക് സ്നേഹമുണ്ടോ? നീ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് ചിരിക്കുന്ന മുഖത്തോട് സന്തോഷത്തോടെ ആരുടെയെങ്കിലും റൂഹ് പിടിക്കാൻ കടന്നു വരുമോ അസ്റായീൽ? അല്ലാഹു
അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുമ്പോ അസ്റായിൽ പറയുന്നു യാ റസൂലല്ലാഹ് എനിക്ക് സ്നേഹമുള്ള ഒരു അടിമയുണ്ട് നബിയേ അവന്റെ മുന്നിലേക്ക് ഞാൻ കടന്നു പോകുന്നത് സമ്മാനവുമായിട്ടാ നബിയേ അല്ലാഹുവിന്റെ റസൂൽ ആരെന്ന് ചോദിക്കുമ്പോ അസ്റായിൽ പറയുന്നു യാ റസൂലല്ലാഹ് പടച്ചവന്റെ പള്ളിയുടെ വിരാരത്തിൽ നിന്ന് വാങ്കുവിളി കേൾക്കുമ്പോ ഈ എഴുന്നേറ്റ് പോയി ജമാഅത്തായി 5 നേരം നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ അവന് എനിക്ക് വല്ലാത്ത സ്നേഹമാരബിയേ അവന്റെ മുന്നിൽ ഞാൻ പോകുന്നത് എങ്ങനെയെന്നറിയുമോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് ഇന്നല്ലദീന തതവഫാഹുൽ മലായികതു തയ്യിബീന യഖൂലൂന സലാമുൻ അലൈക്കും അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ ഈ പാതിരാത്രി കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ മീൻ പിടിക്കുന്നവരാകട്ടെ കടലിൽ പോകുന്നവരാകട്ടെ ഓട്ടം ഓടിക്കുന്നവരാകട്ടെ കൂലിപ്പണിക്ക് പോകുന്നവരാകട്ടെ ഈ വാഴിന്റെ സംഘാടകരാകട്ടെ ഇന്ന ദിവസം 5 നേരം നിസ്കരിച്ച എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പൊന്നുപോലെ ഇന്ന് രാത്രി നീ മരിച്ചുപോയാ അസ്റായിൽ വരുന്നത് എങ്ങനെയെന്നറിയുമോ ചിരിക്കുന്ന മുഖത്തോട് സമ്മാന പൊതിയുമായി നിന്റെ വീടിനകത്തേക്ക് കടന്നു വന്ന് അസ്സലാമു അലൈക യാ വലിയല്ലാഹ് എന്ന് സലാം പറഞ്ഞുകൊണ്ട് ചിരിക്കുന്ന മുഖത്തോടെ എന്ന് സലാം പറഞ്ഞുകൊണ്ട് ചിരിക്കുന്ന മുഖത്തോടെ നിന്റെ വീടിനകത്തേക്ക് കടന്നു വരികയാ കാലിന്റെ തള്ളവിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി കാലിന്റെ തള്ളവിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി വേദന സഹിക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പൊന്നുമോനെ മരണവേദന സഹിക്കാൻ കഴിയാതെ നീ ഒന്ന് കിടന്ന് കരയുമ്പോ അതാർക്കും താങ്ങാൻ കഴിയില്ലല്ലോ റബീഉൽ അവ്വലിന്റെ മാസമാണല്ലോ മഹാനായ അഷ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ മരണത്തിന്റെ വേളയിൽ അസ്റായിലിനോട് പറഞ്ഞു അസ്റായിലേ എനിക്ക് വേദനിക്കുന്ന അസ്റായിലേ ഒന്ന് പതുക്കെ പിടിക്കുമോ അല്ലാഹുവിന്റെ റസൂലിനോട് അസ്റായില് പറയുന്നു നബിയേ എനിക്കിതിനെക്കാളും മയമായി പിടിക്കാൻ അറിയൂല ഒരാളുടെ റൂഹ് പോലും ഇത്ര മയമായി ഞാൻ പിടിച്ചിട്ടില്ല നബിയേ അല്ലാഹുവിന്റെ പ്രവാചകർ ആയിഷയോട് പറയുന്നു ആയിഷ ഇന്നലിൽ മൗതി ലസകറാ മരണത്തിന് വല്ലാത്ത വേദനയായിഷ താങ്ങാൻ കഴിയുമോ ചെറുപ്പക്കാരാ താങ്ങാൻ കഴിയുമോ പൊന്നുപോലെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ മരണവേദന നിസാരമല്ല മഹാനായ ഈസാ നബി അലൈഹിസ്സലാം മരിച്ചു കിടക്കുന്ന കബറിന്റെ പോലത്ത് ചെന്നിട്ട് പടച്ചവന്റെ പേര് പറഞ്ഞിട്ട് ആ കബറിനകത്ത് കിടക്കുന്ന മനുഷ്യനെ വിളിച്ചുണർത്തുകയാ അല്ലാഹു അങ്ങനെ ഒരു മുഅ്ജിസത്ത് കൊടുത്ത പ്രവാചകരാ അതാ ഈസാ നബി അലൈഹിസ്സലാം ഓരോ കബറിനടുക്കൽ പോയിട്ട് മരിച്ചവരെ വിളിച്ചുണർത്തുമ്പോ ജനങ്ങൾ പറഞ്ഞു ഈസാ നബിയേ ഇതിലെന്തോ കള്ളത്തരമുണ്ട് ഞങ്ങളൊരു കബർ കാണിച്ചു തരാ അതിനകത്ത് കിടക്കുന്ന മനുഷ്യനെ ഒന്ന് വിളിച്ചുണർത്താൻ കഴിയുമോ ഈസാ നബിക്കൊരു പഴയ കബർ കാണിച്ചു കൊടുക്കുകയാ ആ കബറിന്റെ ചാരത്ത് ചെന്നിട്ട് ഈസാ നബി പടച്ചവന്റെ പേര് പറഞ്ഞിട്ട് എഴുന്നേറ്റ് വരാൻ പറയുമ്പോൾ കബറിനകത്ത് നിന്നൊരു മനുഷ്യർ എഴുന്നേറ്റ് വരികയാ ഈസാ നബി ചോദിച്ചു നിങ്ങളുടെ പേരെന്താ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന മനുഷ്യരോട് പേര് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്ന സാമിബിനു ഞാൻ നൂഹ് നബിയുടെ പൊന്നുമോനായ സാമാണ് നൂഹ് നബിയുടെ മകനായ സാമാ അസുരദാ ഈസാ നബി ചോദിച്ചു സാബേ മരിച്ചിട്ട് എത്ര കൊല്ലമായി സാബേ നൂഹ് നബിയുടെ മകൻ പറയുകയാ ഞാൻ മരിച്ചിട്ട് 7000 കൊല്ലമായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ ഈസാ നബി ചോദിച്ചു സാബേ മരണം എങ്ങനെയുണ്ടായിരുന്നു സാബേ നൂഹ് നബിയുടെ മകന്റെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി കൈ ഇങ്ങനെ കഴുത്തിലേക്ക് പിടിക്കുകയാ കഴുത്തിലേക്ക് കൈ ഇങ്ങനെ പിടിച്ചിട്ട് അവിടുന്ന്
കരന്നുകൊണ്ട് പറയുന്നു ഈസ നബിയേ, അസ്റായിലെ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുത്ത സമയത്ത് ഉണ്ടായ വേദനയുണ്ടല്ലോ, ഇപ്പോഴും എന്റെ കഴുത്തിലുണ്ട് നബിയേ. 7000 കൊല്ലം കഴിഞ്ഞിട്ട് പോലും അസ്റായിൽ പിടിച്ച വേദന കഴുത്തിൽ നിന്ന് മാറിയില്ലെങ്കിൽ നമ്മളെ കൊണ്ട് താങ്ങാ കഴിയുമോ ചെറുപ്പക്കാരാ, കഴിയുമോ പൊന്നുപോലെ? അസ്റായിൽ നിന്റെ റൂഹ് പിടിക്കുവാടാ. മരണവേദന സഹിക്കാൻ കഴിയാതെ വീടിനകത്ത് കിടന്ന് കരയുമ്പോൾ അസ്റായിൽ തലയുടെ ഭാഗത്ത് നിൽക്കുകയാ, അസ്റായിൽ തലയുടെ ഭാഗത്ത് നിൽക്കുകയാ. കരയുന്ന നിന്റെ കണ്ണുനീര് തുടച്ചുകൊണ്ട് അസ്റായിൽ നിന്നോട് ചോദിക്കുകയാ. അതാ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبصروا بالجنة. എല്ലാ ദിവസവും പള്ളിയുടെ വലതുഭാഗത്ത് ചിരിക്കുന്ന മുഖത്തോടെ നിന്നെ കണ്ട നിന്റെ കൂട്ടുകാരനായ അസ്റായിൽ നിന്റെ കണ്ണുനീര് തുടച്ചുകൊണ്ട് ചോദിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, എന്തിനാടാ കരയുന്നത്, എന്തിനാടാ വേദനിക്കുന്നത്, എന്തിനാടാ വിഷമിക്കുന്നത്? നോക്കടാ നോക്കടാ, വഅബ്സിറൂ ബിൽ ജന്ന. ഇതാണടാ നിന്റെ വീട്, ഇതാണടാ പടച്ചവന്റെ സ്വർഗം. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചവന്റെ സ്വർഗമുണ്ടല്ലോ. ദുനിയാവിൽ നീ ഏറ്റവും കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി പരിശ്രമിച്ച പടച്ചവന്റെ സ്വർഗം ഇതാണടാ. ഇതൊന്ന് നോക്കടാ, ഇതൊന്ന് നോക്കടാ, കരയല്ലേ. അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്സിറൂ ബിൽ ജന്ന. മരണവേദന അറിയാതിരിക്കാ അസ്റായിൽ സ്വർഗം കാണിച്ചു തരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകരോട് അസ്റായിൽ പറയുന്നു, നബിയേ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട് പാതിരാത്രിയിലെ പ്രഷറിന്റെയും സുഗറിന്റെയും ഗുളിക കടിച്ചിട്ട് കിടന്നുറങ്ങി പടച്ചവന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹിന്റെ ബാങ്ക് വിളിക്കുമ്പോ ചാടിയെഴുന്നേറ്റ് പച്ചവെള്ളത്തിൽ ഒരുപെടുത്തിട്ട് വേച്ച് തണുപ്പ് സഹിച്ചുകൊണ്ട് പള്ളിയിൽ പോയി സുബഹി നിസ്കരിക്കുന്ന വാപ്പാ, നീ കഷ്ടപ്പെട്ടത് വെറുതെയല്ല, നീ ദുരിതം അനുഭവിച്ചത് വെറുതെയല്ല. ഈ നാട്ടിൽ ആരോഗ്യമുള്ള ചെറുപ്പക്കാര് തന്റെ വീടിനകത്ത് സുഖിച്ചിരിക്കുമ്പോ, റോഡിന്റെ ഓരത്തിരിക്കുമ്പോ, പള്ളികൾക്കകത്ത് നമസ്കാരം നടക്കുമ്പോ പള്ളികൾ കടന്നു പോകുന്നവര് കാറ് തുപ്പി കളിയാക്കിയവനുണ്ടല്ലോ, ഇവർക്കറിയിൽ നീ പടച്ചവരെ ഓർത്തവരാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് അസ്റായിൽ പറയുന്നു, നബിയേ, ആ മനുഷ്യന്റെ റൂഹ് പിടിച്ച് തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോ നിന്റെ മക്കളടുത്ത് നിൽപ്പുണ്ട്, നിന്റെ കൂടപ്പിറപ്പുകൾ നിൽക്കുന്നുണ്ട്. അവരെല്ലാവരും അടുത്ത് നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാവരും പറഞ്ഞു തരുമ്പോ ശപിക്കപ്പെട്ട ശൈത്താനുണ്ടല്ലോ, ശപിക്കപ്പെട്ട ശൈത്താനുണ്ടല്ലോ, മരിക്കാൻ കിടക്കുന്ന മനുഷ്യർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടവരുടെ കോലത്തില് മരണപ്പെട്ടു പോയ വാപ്പാന്റെ രൂപത്തില് ഉമ്മച്ചിയുടെ രൂപത്തില് കയ്യിൽ വെള്ളം പിടിച്ചുകൊണ്ട് ഇടത് സൈഡിലേക്ക് കടന്നു വരികയാ. അവിടെ നിന്ന് വന്നിട്ട് പറയുന്നു, പൊന്നുപോലെ വാപ്പയാ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ലേ പോലെ, പറഞ്ഞാ നശിച്ചു പോയടാ. ഉമ്മയാ പറയുന്നത് പറയല്ലേ പൊന്നുപോലെ, കുടിക്കാം ഉമ്മ വെള്ളം തരാമടാ. ദാഹിച്ച് കിടക്കുന്ന നിന്റെ ചില നിന്റെ വായുടെ ഭാഗത്തേക്ക് വെള്ളം കാണിച്ചിട്ട് ശപിക്കപ്പെട്ട ശൈത്താൻ നിന്റെ ഈമാൻ തട്ടിയെടുക്കാൻ നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകരോട് അസ്റായിൽ പറയുന്നു, നബിയേ, അസ്റായിൽ അലൈഹിസ്സലാം അടുത്ത് നിന്നിട്ട് പറയുകയാണ്, തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ അസ്റായിൽ നിന്റെ അടുത്ത് നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരുന്നത്, ആരാ പറഞ്ഞു തരുന്നത്? പൊന്നുപോലെ അസ്റായിൽ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരുമടാ. മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആര് നിനക്ക് പറഞ്ഞു തന്നില്ലെങ്കിലും അസ്റായിൽ നിന്റെ തലയുടെ വലതുഭാഗത്ത് നിന്നിട്ട് തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹങ്ങോട്ട് വലിച്ചെടുക്കുന്നതിന് മുമ്പ് നിനക്ക് പറഞ്ഞു തരും ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ആ സമയത്ത് ശൈത്താൻ ഇടത് സൈഡിൽ നിന്ന് ഉമ്മ പറയുന്ന മോനെ പറയല്ലേ, ഉമ്മ പറയുന്ന മോനെ പറയല്ലേ. ആ സമയത്ത് അസ്രായിൽ പറയുന്നത് എന്തെന്നറിയുമോ? നഹ്നു ഔലിയാഉക ഫിൽ ഹയാത്തി ദുനിയാ വൽ-ആഖിറ. അസ്രായിൽ നമ്മോട് പറയുന്നത് എന്തെന്നറിയുമോ? മരിക്കാൻ കിടക്കുന്ന നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നിട്ട് അസ്രായിൽ പറയുന്നടാ, എന്നെ കണ്ടതുപോലെ നിന്റെ വാപ്പയെ കണ്ടിട്ടില്ല, നിന്റെ ഉമ്മയെ കണ്ടിട്ടില്ല, നിന്റെ കൂടപ്പിറപ്പുകളെ കണ്ടിട്ടില്ല, നിന്റെ ഭാര്യയെ കണ്ടിട്ടില്ല, നിന്റെ രക്തത്തിൽ പിറന്ന മക്കളെ പോലെ എന്നെ പോലെ നീ കണ്ടിട്ടില്ലടാ. എല്ലാ ദിവസവും 5 പ്രാവശ്യം നിന്റെ മുന്നിൽ വന്ന കൂട്ടുകാരനാരടാ, ഒന്ന് പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറഞ്ഞാ നിനക്ക് സ്വർഗമാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് അസ്രായിൽ പറയുന്ന നബിയേ, ഞാൻ സമ്മാനവുമായി കടന്നുപോയി 5 നേരം നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവന്റെ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുന്നതിന് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞാൻ അവന് പറഞ്ഞു കൊടുക്കും നബിയേ. അസ്രായിൽ അലൈഹിസ്സലാം മരിക്കാൻ കിടക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്രായിലിനെ എല്ലാ ദിവസവും ഇന്ന് ഞാൻ 5 പ്രാവശ്യം കണ്ടു, നിങ്ങളും കണ്ടു, നിസ്കരിച്ചവരൊക്കെ കണ്ടു, നിസ്കരിക്കാത്തവരും കണ്ടു. അതുകൊണ്ട് ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ സമ്മാനം പൊതിയുമായിട്ട് അസ്രായിൽ വരണോ? 5 നേരം പടച്ചവന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ നീ ഉത്തരം നൽകണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് വലിയ മടിയല്ലേ, നമുക്ക് വലിയ മടി. നമുക്ക് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. നിസ്കരിക്കാൻ വിളിക്കുമ്പോ എന്റെ പൊന്നു സഹോദരങ്ങളെ 25 മിനിറ്റ് അല്ലേ അള്ളാഹ് നമ്മളോട് ചോദിച്ചുള്ളൂ. എടാ 24 മണിക്കൂർ റബ്ബ് തന്നിട്ട് 25 മിനിറ്റ് അത് ഒരുമിച്ച് നീ തരണ്ട, വലിയ തിരക്കുള്ളവനാ. 5 സമയം എന്റെ ഈ ഹാർബറിലൊക്കെ ജോലി ചെയ്യുന്ന സഹോദരങ്ങൾ അതിന്റെ തൊട്ടു മുന്നിലല്ലേ പള്ളിയിരിക്കണം. ഇതിന്റെ തൊട്ടു മുന്നിൽ എത്ര പേര് കയറി നിസ്കരിക്കാറുണ്ട്, എത്ര പേര് കയറി നിസ്കരിക്കാറുണ്ട്. മീൻ ശരീരത്തെ പറ്റിയാ എന്താ നിസ്കരിക്കാൻ പറ്റൂലേ? മീൻ ശരീരത്ത് അത് കഴുകിയാ പോവല്ലോ, അത് കഴുകിയാ പോലും കയറി നിസ്കരിക്കണം. ഇന്ന് ഈ സദസ്സിലിരിക്കുന്ന സഹോദരങ്ങൾ ഇന്ന് 5 വഖത്ത് നിസ്കരിച്ചേക്ക് എത്ര പേര് ഈ സദസ്സിലുണ്ടാകും? അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, 1 വഖത്ത് നിസ്കാരം ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ഖളയാക്കിയാൽ അവൻ കാഫിറാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒരൊറ്റ വഖത്ത് കളഞ്ഞാൽ മതി. ഇന്നത്തെ ദിവസം ഏതെങ്കിലും 1 വഖത്ത് കളഞ്ഞ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ മോനെ നീ ലാ ഇലാഹ ഷഹാദത്ത് കലിമ ചൊല്ലും. അല്ലാഹു നമ്മൾക്ക് പുറത്തുവരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കാൻ എല്ലാരും പറഞ്ഞു ഉസ്താദെ കച്ചവടമൊക്കെ കുറവാ, മീനൊന്നുമില്ല. എന്തുകൊണ്ട് അള്ളാനെ ഓർത്താലല്ലേ പടച്ചു നിനക്ക് തരും. അള്ളാനെ നീ ഓർക്ക്, നിനക്ക് പടച്ചവൻ ഇതെല്ലാം തരും. അള്ളയല്ലേ റിസ്ക് തരുന്നവൻ, അവൻ അറിയാം നിനക്ക് തരാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കച്ചവടക്കാരോടൊക്കെ ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ സുബഹി നിസ്കരിച്ചില്ലെങ്കിൽ ഓരോ നിസ്കാരത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ തറക സ്വലാത്ത സുബഹി, ആരെങ്കിലും ഒരു മനുഷ്യൻ സുബഹി നിസ്കാരം നിസ്കരിച്ചില്ലെങ്കിൽ ഫലൈസ വജ്ഹുഹു നൂറ, അവന്റെ മുഖത്ത് നിന്ന് പ്രകാശം അള്ളാഹു എടുത്ത് മാറ്റിക്കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. സുബഹി നിസ്കരിച്ചില്ലെങ്കിൽ പിന്നെ അവന്റെ മുഖത്തൊരു പ്രകാശം ഉണ്ടാവില്ല, ഈമാനിന്റെ പ്രകാശം അള്ളാഹു എടുത്തു മാറ്റിക്കളയും. 2, ആരെങ്കിലും ളുഹർ നിസ്കരിച്ചില്ലെങ്കിൽ അള്ളാന്റെ റസൂല് പറയുന്നു, ഫലൈസ ഫീ റിസ്ഖിഹി ബർക്കത്തുൻ, അള്ളാഹു അവന്റെ റിസ്ഖിൽ നിന്നുള്ള ഭക്ഷണത്തിലുള്ള ബർക്കത്ത് എടുത്ത് കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ളുഹർ നിസ്കരിച്ചില്ലെങ്കിൽ, അസർ നിസ്കരിച്ചില്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നിന്റെ ആരോഗ്യം നിനക്ക് പ്രയോജനം ചെയ്യൂല, ഈ ശരീരം ഇങ്ങനെ ഉണ്ടാകും, അതുകൊണ്ട് ഉപയോഗമൊന്നും ഉണ്ടാവില്ല. അസർ നിസ്കരിച്ചില്ലെങ്കിൽ, മഗ്രിബ് ആരെങ്കിലും നിസ്കരിച്ചില്ലെങ്കിൽ നിന്റെ മക്കള് നിനക്ക് ഗുണം ചെയ്യൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളുണ്ടല്ലോ, നിങ്ങൾ പോറ്റി വളർത്തുന്ന മക്കള് മഗ്രിബ് നിസ്കരിച്ചില്ലെങ്കിൽ നീ ചാകാൻ കിടക്കുമ്പോ 1 ഗ്ലാസ് വെള്ളം എടുത്ത് തരുമെന്ന് നീ കരുതല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇശാ നിസ്കരിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതത്തിലെ റാഹത്ത് നഷ്ടപ്പെട്ടു പോകും. എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ വഖത്തിനും പ്രത്യേകതയുണ്ട്. നിസ്കരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഒരുപാട് പ്രതിഫലമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കച്ചവടത്തിൽ ഓരോ സഹോദരങ്ങളും ഉസ്താദെ രോഗമാ, കടങ്ങളാ, ദുആ ചെയ്യ്, കച്ചവടം മുഴുവനും നഷ്ടത്തില്ല. എന്റെ സഹോദരങ്ങൾ, നിങ്ങൾ നിസ്കരിക്ക്. അള്ളാന്റെ റസൂല്
പറയുന്നു, 5 നേരം ആരെങ്കിലും നിസ്കരിച്ച അവന്റെ ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങളും മാറുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും കടമാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് സമാധാനം കിട്ടും. 5 നേരം നിസ്കരിക്കാനുള്ള മനസ്സ് മാത്രം മതി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂല് പറയുന്നു, കച്ചവടത്തിലും സമ്പത്തിലും കുടുംബജീവിതത്തിലും മക്കളിലും ആയുസിലും വീട്ടിലും ആരോഗ്യത്തിലും ഈമാനിലും എല്ലാത്തിലും ബർക്കത്ത് വേണോ? അള്ളാന്റെ റസൂല് പറയുന്നു, ചില കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്ത 5 നേരം നിസ്കരിച്ചാൽ നിനക്ക് ബർക്കത്തുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയൂ? നമുക്കറിയില്ല എന്താണ് ബർക്കത്ത് എന്തെന്നറിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിസ്കരിച്ച ബർക്കത്ത് കിട്ടും. ബറാത്ത് രാവ് മാത്രമല്ല എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയില്ല ഇതെന്താണെന്ന്. എന്റെ പൊന്നു ചങ്ങാതി, നിന്റെ വീടിന്റെ ഓരത്ത് 2 നില വീട്, നല്ല ജോലിയുണ്ട്, നല്ല സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവന്റെ വീടിനകത്ത് ഒരു സമാധാനം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. തന്റെ വീടിന്റെ ഓരത്ത് റോഡിൽ കുടിയെടുത്തിട്ട് ജീവിക്കുന്ന ഒരു ടാർപ്പ കിട്ടിയ ഓലപ്പരയുണ്ട്, അതിനകത്തുള്ള സന്തോഷം പോലും നമ്മുടെ വീട്ടിൽ ഇല്ലാതെ പോയി. എന്തുകൊണ്ടെന്നറിയുമോ? നീ 5 നേരം നിസ്കരിക്കാത്തത് കൊണ്ടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു തന്ന എല്ലാ കാര്യങ്ങളിലും, സമ്പത്തിലും കച്ചവടത്തിലും കുടുംബജീവിതത്തിലും മക്കളിലും ആയുസിലും വീട്ടിലും എല്ലാ കാര്യങ്ങളിലും ബർക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്ന് കൈപൊക്കിക്കുക. ബർക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒന്ന് നല്ല ബുക്ക്. എന്തിനാ പിശുക്കത്തരം കാണിക്കുന്ന? പങ്കായൊക്കെ തുഴയുന്ന കയ്യല്ലേ? എന്തായാലും ബുക്ക്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഞാൻ എന്തായാലും ഇവിടെ വന്നപ്പം പറഞ്ഞു, ഇതുവരെ കടലിൽ പോയിട്ടില്ല, ഒന്ന് പോകണമെന്ന്, ഒന്ന് കടലിൽ പോകണമെന്ന്. എന്തായാലും ബോട്ടിൽ കയറി കുറെ വരെ പോയി. എന്തായാലും അപ്പോഴാണ് നിങ്ങളുടെയൊക്കെ ജീവിതം പടച്ചവൻ ആലോചിച്ചത്. ഇങ്ങോട്ട് പോകുമ്പോഴാണ് നിങ്ങളുടെയൊക്കെ ജീവിതം ആലോചിച്ചത്. പഠിച്ചവന് പേടി തോന്നുന്നത്, എന്തൊരു പേടിയുണ്ട്. തിരമാലയൊക്കെ ഇങ്ങനെ നടന്ന് അനക്കുമ്പോൾ ഒരു വല്ലാത്ത പേടിയുണ്ട്. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് പഠിച്ചത്. അള്ളാഹു അപകടങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ, അള്ളാഹു അപകടങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബർക്കത്ത് വേണോ? വേണോ? എന്ത് പെണ്ണുപിള്ള എടുത്ത് പിണങ്ങിയിരിക്കുന്ന പോലെ എല്ലാം വീർപ്പിച്ച് കിട്ടിയിരിക്കുന്നു. ഞാൻ പൈസ ഒന്നും ചോദിച്ചില്ലല്ലോ. ബർക്കത്ത് വേണോ? വേണം. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ആരുടെയെങ്കിലും വീട്ടിൽ 4 സാധനങ്ങൾ ഉണ്ടെങ്കിൽ അവന്റെ വീട്ടിൽ ബർക്കത്ത് ഇറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വീട്ടിൽ എന്തുണ്ടെങ്കിൽ പറ, ഉറക്കെ പറ. 4 കാര്യം ഞാൻ പറഞ്ഞു തരാം. വീട്ടിൽ ഉണ്ടോ നോക്കൂ. ഞാൻ പറയുന്ന സാധനം വീട്ടിൽ ഉണ്ടോന്ന് മാത്രം നോക്കിയാൽ മതി. 2 ആണുങ്ങൾക്കും 2 പെണ്ണുങ്ങൾക്കും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4 സാധനങ്ങൾ ഏത് ഭവനത്തിലുണ്ടോ ആ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 1 അശ്ശാത്തു ഫിദ്ദാരി ഫീഹിന്ന ബർക. ആരുടെയെങ്കിലും ഭവനത്തിൽ ആടുണ്ടെങ്കിൽ ആ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്തുണ്ടെങ്കിൽ ഉണ്ടോ? വീട്ടിൽ ആടുണ്ടോ? ആരുടെയെങ്കിലും വീട്ടിൽ? കൈപൊക്കിക്ക് കാണാനുള്ള കൊതി കൊണ്ടാ. ഈ സദസ്സിലിരിക്കുന്ന ആരുടെയെങ്കിലും വീട്ടിൽ TV ഇല്ലെങ്കിൽ ഒന്ന് കൈപൊക്കിക്ക്. ആവശ്യമുള്ളത് പേടിച്ചു വെക്കൂല, ഇല്ലാത്തത് പേടിച്ചു വെക്കും. അള്ളാഹു പുറത്തേരുമാറാകട്ടെ, അള്ളാഹു പുറത്തേരുമാറാകട്ടെ. എടാ, വീട്ടില് ബർക്കത്ത് വേണം. വീട്ടിൽ ആടിനെ വളർത്തിയ ബർക്കത്ത് കിട്ടും. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 ആരെങ്കിലും വീട്ടിൽ കോഴിയെ വളർത്തിയ അവന്റെ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്തിനെ വളർത്തിയ? പറ മനുഷ്യന്മാരെ, എന്തിനെ വളർത്തിയ? തിന്നാൻ മാത്രം നോക്കിയാ പരിക്ക, തിന്നാൻ മാത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, വീട്ടിൽ കോഴിയെ വളർത്തണം. അത് ചിലപ്പം വൃത്തികേടാക്കും, കുഴപ്പമില്ല. വളർത്തിയാ നിനക്ക് ബർക്കത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. വീട്ടിൽ ബെൻസ് ഉണ്ടെങ്കിലല്ല, വീട്ടിൽ കോഴിയെ വളർത്തിയാൽ മതി. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കോഴിയെ വളർത്തിയാ കിട്ടണം ഒരു നേട്ടം പറഞ്ഞു തരട്ടെ. നിന്റെ അയൽവാസി ഇരുന്നിട്ട് പടച്ചവനെ ഇവനൊന്ന് കൊത്തുവാള എടുക്കണേന്ന് പറഞ്ഞ് പ്രാവിക്കൊണ്ടിരിക്കുക. കണ്ണീറും പ്രാക്കവും ശാപമൊക്കെ ഇതൊക്കെ ഇസ്ലാമിലുണ്ട്. ആൾക്കാർ ഇരുന്നിട്ട് ഇപ്പൊ വീടിന്റെ മുന്നിൽ നല്ല ഒരു ചുമന്ന തേങ്ങയുള്ള തെങ്ങ് നിൽക്കുക. ഇപ്പോഴേ ഇങ്ങനെ നടന്നു പോകുമ്പോ എന്തുവാടാ സിറാജ ഈ കാണുന്ന റബ്ബേ, പടച്ചവൻ നിനക്ക് എന്തുവാ? ഉപ്പാപ്പ പറഞ്ഞിട്ടങ്ങ് പോകും. ഉപ്പാപ്പ ഒരു 1.5 പറച്ചില് പറഞ്ഞിട്ടങ്ങ് പോകും. അടുത്ത വർഷം അതിലേക്കൂടെ പോയാ അങ്ങനെ ഒരു തെങ്ങ് നിന്നതിന്റെ അടയാളം പോലും കാണൂല, കരിഞ്ഞു പോകും. ചില ആൾക്കാർ അറം പറ്റുന്ന രീതിയിലുള്ള പറച്ചിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, വീട്ടിൽ കോഴിയെ വളർത്തിയ കണ്ണീറ് ഭരിക്കൂല എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ബർക്കത്ത് വേണോ? വീട്ടിൽ കോഴിയെ വളർത്തണം. 3
എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഈ പാതിരാത്രി ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിന്റെ വീട്ടിൽ ആട്ടുകല്ലുണ്ടെങ്കിൽ അവളുടെ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു വസ്തു ഉണ്ടോ? ആട്ടുകല്ലെന്നല്ലേ പറയാ, മാവാട്ടെന്ന് അങ്ങനെയല്ലേ സാർ? ആട്ടുകല്ല് മിക്സിയുടെ ജോലി ചെയ്യുന്ന സാധനം. അത് പറഞ്ഞാൽ മനസ്സിലാവും. പണ്ടൊക്കെ മിക്സിയുടെ സ്ഥാനത്ത് പണ്ടൊരു സാധനം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇരുന്നിട്ട് മാവാട്ടുന്നൊരു സാധനം. എന്റെ പൊന്നു സിറാജ, നിനക്ക് ഇതൊക്കെ പറയാടാ, അല്ലോ ഞങ്ങൾക്കല്ലേ അതിന്റെ പാടറിയും അല്ലേ? വന്ന വഴി മറന്നുപോയി. അരീക്കോട് പണ്ടൊരു കുടിലിനകത്ത് ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നിന്റെ ഭർത്താവിന് എന്നിത്തിരി 1000-ന്റെയും 500-ന്റെയും നോട്ട് കിട്ടിയപ്പോ ഇതൊക്കെ മാറി ഇല്ലേ പെങ്ങളെ? മറക്കല്ലേ വന്ന വഴി. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4, ഏത് പെണ്ണിന്റെ വീട്ടിലാണോ മണ്ണ് കൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടിയുള്ളത് അവളുടെ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അങ്ങനെ എങ്ങാണോ ഒരു സാധനം വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ആരായനല്ലേ? അടുക്കളയിൽ പോയി നോക്കുക, അങ്ങനെ ഒരു സാധനം മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു ചരക്കട്ടി അതിന്റെ വീട്ടിലുണ്ടോ? കറിച്ചട്ടി ഉണ്ടാവൂല. ഗ്യാസ് വന്നപ്പോ കുറെയൊക്കെ പോയി. ഇപ്പം പിന്നെ ഒക്കെ കരണ്ടിനകത്തല്ലേ. ഇതങ്ങൾക്കൊക്കെ തിന്നിട്ട് വേറെ പണിയൊന്നും ഇല്ലല്ലോ. എല്ലാം നിസാര പണികളായി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ബർക്കത്ത് വേണോ? രാവിലെ ഇവിടെ ചന്ത ഉള്ള കൊടുങ്ങല്ലൂർ ചന്തയിലോ എവിടെങ്കിലൊക്കെ പോയിട്ട് ഇത് വാങ്ങിച്ച് വീട്ടിൽ കയറ്റി നിനക്ക് ബർക്കത്ത് ലഭിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യം മറക്കല്ലേ. നിസ്കാരം ചോദിക്കുമ്പോ പറയും, എന്തേടാ നിസ്കരിക്കാത്ത? തലവേദന, നടുവേദന, വയറുവേദന, വേദനകളുടെ പേരും പറഞ്ഞാൽ നിസ്കരിക്കാത്ത. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5 നേരത്തെ നിസ്കാരം കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവന് പോലും നിർബന്ധം അറിയൂ. എടാ, നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണം. ഇരുന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ കിടന്ന് നിസ്കരിക്കണം. കിടന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ അവന്റെ കൈകാലുകൾ അനക്കിയിട്ട് നിസ്കരിക്കണം. അത് കഴിഞ്ഞ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി പറയുന്നത്, കിടന്ന് നിസ്കരിക്കാൻ കൈകാലുകൾ അനക്കി നിസ്കരിക്കാൻ പറ്റാത്തവൻ ഹൃദയം കൊണ്ട് നിസ്കരിക്കണം. അതിനും പറ്റാത്തവൻ കണ്ണ് ചലിപ്പിച്ചെങ്കിലും നിസ്കരിക്കണം. എടാ, മരിക്കാൻ കിടക്കുന്നവന് പോലും 5 നേരത്തെ നിസ്കാരം നിർബന്ധമാ. അപ്പൊ പിന്നെ നിനക്ക് എന്ത് കാരണം പറയാനാ? അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ മറന്നുകൊണ്ട് നടക്കല്ലേ ചെറുപ്പക്കാരാ. നന്നാവടാ പൊന്നുമോനെ, നന്നാവടാ പൊന്നുമോനെ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, 3 കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കല്ലേ. ചെയ്യണമെന്ന് തോന്നിയാൽ അപ്പൊ തന്നെ ചെയ്യടേ. 3 കാര്യങ്ങൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കല്ലേ. മഹാനായ റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നബിയേ, ഒന്നാമത്തെ കാര്യം എന്താ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, സഹാബാ, നിസ്കരിക്കണമെന്ന് തോന്നിയാ പടച്ചവന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാ പിന്നത്തേക്ക് മാറ്റിവെക്കല്ലേ, ഉടനെ നിസ്കരിക്കടേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, ബാങ്ക് വിളിക്കുമ്പോ എന്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ ഓട് പൊന്നുമോനെ, പള്ളിക്കകത്തേക്ക് പോയി നിസ്കരിക്കടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിസ്കരിക്കു പൊന്നുമോള്. അടുക്കളയിൽ എത്ര വലിയ ജോലിയാണെങ്കിലും എല്ലാം നിർത്തിവച്ചിട്ട് കൈകാലുകൾ കഴുകിയിട്ട് മുസല്ലയിലേക്ക് കയറി പൊന്നുമോള്. നിസ്കരിക്കാ മനസ്സുണ്ടോ? കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകര് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, സൈനബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് കൊണ്ട് കബറടക്കുകയാണ്. 6 അടി മണ്ണിനകത്തേക്ക് മയ്യത്ത് ഇറക്കി വെച്ചിട്ട് പ്രവാചകര് കബറിന്റെ മുകളിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂല് പൊട്ടിക്കരയുകയാ. സഹാബത്ത് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? യാ സ്വഹാബാ, എന്റെ സൈനബിന്റെ മയ്യത്ത് കബറിനകത്തേക്ക് ഇറക്കി വെച്ചപ്പോ കബറ് ഞെരുക്കി സഹാബാ. എന്റെ സൈനബ് കരന്ന ശബ്ദമുണ്ടല്ലോ, കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ കേട്ടെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ ഞാനും നിങ്ങളും പോകേണ്ടവരാണല്ലോ. ഏത് പോകാത്തവര്? പടച്ചവന്റെ പള്ളിയിൽ വെള്ളിയാഴ്ച പോലും കേറാത്തവര് ഒരു ദിവസം നിന്നെ കൊണ്ടുപോകുമടാ. എത്ര പോകില്ലെന്ന് പറഞ്ഞാൽ നിന്റെ മക്കളും നിന്റെ കൂട്ടുകാരും നിന്റെ ഭർത്താവും ബന്ധുക്കളും വെള്ളത്തുടിയിൽ പൊതിഞ്ഞ് കുളിപ്പിച്ച് കൊണ്ടുപോയി 6 അടി മണ്ണിനകത്ത് ഇറക്കി വെക്കുപടാ. അന്ന് പടച്ചവന് ചോദിക്കുപടാ. അന്ന് പടച്ചവൻ നിന്നോട് ചോദിക്കുമല്ലോ. പറയാനുന്നുണ്ട് പൊന്നുപോലെ, ഇരുളല്ലേ, ഇരുളല്ലേ, അതിനകത്ത് വെളിച്ചമില്ലല്ലോ, കബറിനകത്ത് വെളിച്ചമില്ലല്ലോ. മഹാനായ തനബ് ഉസ്താദ് പറഞ്ഞതുപോലെ, കബറന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ.
കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാ നസ്മാരാ